ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പലപ്പോഴും ഞാൻ അവളെ എടുക്കോ ലാളിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഓർക്കുമ്പോ സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്. ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിലോ? ഭാവകുഞ്ഞേ, ഇതാരാണ് നോക്കിയേ? നമ്മുടെ ചേച്ചിയാ. അവള് ഉറങ്ങി. വെറുതെ ഉണർത്തണ്ട, പിന്നെ കരച്ചിലാവും. വാ മോള് വന്നേ, അച്ഛനെടുക്കാം. വാ. സച്ചേട്ടാ, മൂക്ക് ചെറിയൊരു ചൂടുണ്ട്. പനിയുടെ ലക്ഷണാണെന്ന് തോന്നുന്നു. ആണോടോ? ചൂടിനുള്ള സിറപ്പ് അല്പം കൊടുത്താലോ? നോക്കട്ടെ. ഏയ്, അത്ര വലിയ ചൂടൊന്നുമില്ല. തനിക്ക് വെറുതെ തോന്നിയതാ അല്ലേ മോളൂ? അല്ല സച്ചേട്ടാ, ചൂടുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന സാധാരണ ചൂട് മാത്ര. മോക്കിപ്പോ ഒരസ്വസ്ഥതയില്ല. ചൂട് കൂടിയാലേ നമുക്കൊരല്പം തുണിയെടുത്ത് നനച്ച് നെറ്റിലിട്ട് കൊടുക്കാം. താൻ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അല്ലേ മോളൂസേ, ഈ അമ്മയുടെ ഒരു കാര്യം. താനെന്താ കാണിക്കുന്നേ? ഇവളെന്ന് നമ്മുടെ കൂടെ കിടത്താൻ പോവാ. അല്ല, അത് വേണോ? ഇത്ര ദിവസം മോള് ആതിരയുടെ കൂടെ അല്ലേ കിടന്നേ? ഇപ്പൊ ഞാനിങ്ങ് വന്നില്ലേ, ഇനി ഇവളെ എന്റെ കൂടെ കിടന്നോട്ടെ. ബാ 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 ബാ. എടോ, ഒരു കുഞ്ഞിന്റെ കാര്യം നോക്കാൻ തന്നെ തനിക്ക് പ്രയാസം. തന്റെ ഹെൽത്ത് ശരിക്കും ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് മോള് ആതിരയുടെ കൂടെ തന്നെ കിടന്നോട്ടെ. ഇന്ന് ഇവള് നമ്മുടെ കൂടെ കിടന്നോട്ടെ പ്ലീസ് അച്ചേട്ടാ. കിടന്നോ? ഓ ഓ ഓ ഓ ഓ. മോള് ഉറങ്ങിക്കോ. സച്ചിൻ, ഇവള് മുഖത്തൊന്ന് നോക്കിയേ. എന്താ? ഇവളെ പ്രസവിച്ചത് ഞാനല്ലെന്ന് ആരെങ്കിലും പറയോ? ഒരിക്കലും പറയില്ല. പിന്നെ അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? താനും ആതിരയും ഒരമ്മയുടെ മക്കളാ. അതിന്റെ ചില രൂപസാദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലും കാണും. ചിലപ്പോ മോക്ക് വല്യമ്മയുടെ മുടി കിട്ടാം, കണ്ണുകൾ കിട്ടാം, സൗന്ദര്യം കിട്ടാം. അങ്ങനെ നോക്കിയാ ആതിര പ്രസവിച്ച കുഞ്ഞെന്ന് പറഞ്ഞ അത് തന്റെയും കൂടെ കുഞ്ഞാ. ഉറങ്ങി. ശരിക്കും തന്റെ ഒരു ചായ ഇപ്പൊ തന്നെ ഉണ്ട്. സത്യം? സത്യം. മോൾ ഇറങ്ങിയോ ചേച്ചി? മോള് ഉറങ്ങിയല്ലോ ആതിരെ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് അവളിവിടെ കിടന്നോട്ടെ. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവക്ക് ചെറിയൊരു ചൂടുണ്ട്. ചിലപ്പോ രാത്രി മരുന്ന് കൊടുക്കേണ്ടി വന്നാലോ? അതിനുള്ള സിറപ്പൊക്കെ എവിടെ ഇരിപ്പുണ്ട്. പനി ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഇനിയിപ്പോ ഉണർത്തിയാ ചിലപ്പോ അവള് കരഞ്ഞാലോ. അതുകൊണ്ട് രാവിലെ കൊണ്ടുപോവാം. എടോ, ഒരു ദിവസത്തെ കാര്യമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, അവക്ക് രാത്രി 1-2 തവണ പാല് കുടിക്കുന്ന ശീലമുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. കുറച്ചു ദിവസമായില്ലേ ഇവള് എന്റെ കൂടെ കിടന്നിട്ട്. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ശരി, രാത്രി വേണമെങ്കിൽ ആ ഡയപ്പർ ഒന്ന് മാറ്റിയേക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ചെന്ന കുഞ്ഞിന്റെ കാര്യം നോക്ക്. ആതിരയ്ക്ക് വിഷമമായോ? അവളുടെ വിഷമമൊക്കെ ഞാൻ പരിഹരിച്ചോളാം. സച്ചിട്ട് പേടിക്കണ്ട. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മോളെ പിടിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവളെ എന്റെയും മോളല്ലേ. ഇന്നൊരു രാത്രി മോള് നമ്മുടെ കൂടെ കിടക്കട്ടെ.
എന്തു പറ്റിയടോ? മോളെവിടെ? അച്ഛശ്ശിയുടെ മുറിയിൽ ഉറങ്ങി. ഞാൻ എടുക്കാൻ ചെന്നപ്പോ ഇന്ന് മോൾ അവിടെ കിടക്കട്ടെ എന്ന് അച്ചു ചേച്ചി പറഞ്ഞു. അതിന് താനെന്തിനെങ്ങനെ വിഷമിക്കുന്നേ? കുഞ്ഞിനവിടെ കിടത്തിയത് നല്ല കാര്യമല്ലേ? ഒരു രാത്രി കുഞ്ഞവിടെ കിടന്നു എന്ന് കരുതി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവളെ പ്രസവിച്ച അമ്മയല്ലേ, എനിക്ക് വിഷമം വരാതിരിക്കോ? എടോ, താനൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും നമ്മുടെ മോളാണ് ഭാഗ്യവതി. ഈ വീട്ടിലെ രാജകുമാരിയായിട്ട് വളരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അവളാ. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്തിന്? അമ്മുക്കുട്ടിയുടെ പേരിൽ നിങ്ങൾ തമ്മിലൊരു പിണക്കുണ്ടാന്നുള്ള പേടിയായിരുന്നു എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും. ഇപ്പോ അത് മാറി. അർച്ചനയെടുത്തേയും അവളുടെ അമ്മ തന്നെയാ. ആ സത്യപ്പോ തന്റെ മനസ്സ് അംഗീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ എന്നാലും എന്റെ കുഞ്ഞിനെ മറ്റാരുടെ അടുത്ത് കിടത്തി ഉറക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ചു ചേച്ചി ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എടോ, അമ്മുക്കുട്ടിയുടെ പേരിൽ ഒരു അവകാശ തർക്കവും വേണ്ട. നിങ്ങൾ രണ്ടുപേരും അവൾക്ക് അമ്മമാരാ. ഓർക്കുമ്പോ എനിക്ക് വിഷമം വരുന്നു സന്ദീപേ. എത്ര നാൾ എന്റെ മോളാണെന്ന് അറിയാതെ അവൾ എന്റെ കൺമുൻപിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴല്ല അവൾ എന്റെ കൺമുൻപില് ചിരിച്ചും കളിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പലപ്പോഴും ഞാൻ അവളെ എടുക്കോ ലാളിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അതോർക്കുമ്പോ സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടുക. അത് തിരിച്ചറിഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്. ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിലോ? ദൈവം നിന്റെ മോളെ നിന്റെ കൺമുന്നിൽ കാണിച്ചു തന്നു. അതിന് നന്ദി പറയലേ വേണ്ടത്. എനിക്ക് അതറിയാഞ്ഞിട്ടല്ല. എന്റെ ഉള്ളിലെ അമ്മയുടെ വിങ്ങല് സന്ദീപിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെറ്റ വയറിന് മാത്രമേ ആ നോവുണ്ടാവൂ. എനിക്ക് തന്റെ എല്ലാ നോവും മനസ്സിലാവും. നമ്മുടെ മോള് അർച്ചനയെടുത്തി തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുമെന്നുള്ള ഭയം അതല്ലേ ഇപ്പോഴത്തെ വിഷമത്തിന് പിന്നിലെ കാരണം.